കരുണാഗാനം പാടി പാദതായിൽ നിന്നു കൈകൾ കൂപ്പിടുന്നിതാ, നാമം വാഴ്ത്തിടുന്നിതാ. അവയവദാതാക്കളും അവയവ സ്വീകർത്താക്കളും മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള. ഇന്നലെ ഏതാണ്ട് 700ഓളം അംഗങ്ങൾ വിവിധ അവയവങ്ങൾ മാറ്റിവെച്ചവരും അവയം നൽകിയവരുമായ ആളുകൾ ഈ ട്രസ്റ്റിൽ അംഗങ്ങളാണ്. പ്രധാനമായും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവങ്ങൾ സ്വീകരിച്ച് തുടർ ചികിത്സയിലായിരിക്കുന്ന രോഗികൾക്ക് തുടർ പരിചരണം നൽകുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അനേകം പേര്, നൂറുകണക്കിന് ആയിരക്കണക്കിന് പേര് കേരളത്തിലും ഇന്ത്യയിൽ പലയിടത്തുമായിട്ട് അവയവം കിട്ടാതെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തു കിടക്കുന്നവരാണ്. ഒരാളിൽ തന്നെ 6-7 പേർക്ക് പൊതുജീവൻ കിട്ടും. ആ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്യമം കൂടി ഓർഗൻ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവയവദാനം എന്ന മഹത്തായ സന്ദേശം സമൂഹത്തിലെത്തിക്കാനും രോഗബാധിതരായ സഹോദരങ്ങൾക്ക് താങ്ങാവാനും കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന നവകേരളം എന്ന സുമേന്ദ്രൻ്റെ പ്രകാശന കർമ്മം, ഈ കർമ്മം നിർവഹിക്കുന്നത് ആദരണീയ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവர்களാണ്. ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള രൂപീകരിച്ച് ഏതാണ്ട് 1 വർഷം പൂർത്തീകരിക്കുകയും കേരളത്തിൽ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് കുറേ കാലമായി ജനങ്ങൾക്ക് വ്യക്തമായൊരു ദിശാബോധം നൽകാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് ആ മരണപ്പെട്ട വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന എല്ലാ അവരുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പോലും ആ നഷ്ടം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവാൻ തീരുമാനിക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടത്താൻ ഇതുപോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. മറ്റു രീതിയിൽ രക്തം ദാനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പബ്ലിസിറ്റി കൊടുക്കാനും ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തീർച്ചയായിട്ടും ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള പോലത്തെ സംഘടനകൾ അക്കാര്യത്തിൽ നന്നായി പ്രവർത്തിക്കണം. 2500ഓളം കിഡ്നി ഡൊണേഷന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. 750 കൂടുതൽ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 70 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, മോർ ദാൻ 70 ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഓർഗൻ ഡൊണേഷൻ കംപ്ലീറ്റ്ലി അവൈലബിൾ ആക്കുകയാണെങ്കിൽ ഒരു നല്ല പെർസെൻറ്റേജ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഈ സമയത്ത് ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നൊരു മേഖലയാണ്. ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പേഷ്യൻസിനും ഫാമിലികൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാകും. സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് നടക്കുന്ന ഈ തെറ്റായ പ്രവണതകളെ നിയന്ത്രിക്കാൻ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. ഓർഗൻ ഫൗണ്ടേഷൻ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഒരു സാമൂഹ്യ അഭിപ്രായ രൂപീകരണത്തിനും മുൻകൈയെടുത്ത് ഇറങ്ങണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അവയവദാതാക്കളായി ദാനം ചെയ്തവരായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും തൊഴുകൈകളോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ലോങ് ടേം ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷനും ഈ മെറ്റബോളിക്. നമ്മുടെ നാട്ടിൽ നോർമൽ പോപ്പുലേഷൻ ഈ മെറ്റബോളിക് ഹെൽത്തിനെ കുറിച്ച് കൺസേൺഡേ അല്ല, അവർ വെയിറ്റ് കുറക്കുന്നതിനെ കുറിച്ചും കൺസേൺഡ് അല്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെയിറ്റ് കുറക്കുക തന്നെയാണ്. ഇത്തരം ഒരു ചടങ്ങിൽ വരുമ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച ഒരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു. അതിനേക്കാൾ അധികം ഊർജ്ജം എനിക്ക് ഇവിടുന്ന് കിട്ടും, സന്തോഷം കിട്ടും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഫീനിക്സ് പക്ഷികളെ പോലെയാണ്. രണ്ടാം ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് ആളുകളെ
ഒരുമിച്ച് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം